ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രേവതിക്ക് വയ്യെന്ന് പറഞ്ഞിട്ടും വിശ്വസിക്കാതെ രേവതി കള്ളത്തരം കാണിച്ച് കിടക്കുകയാണെന്ന് പറഞ്ഞ് ചന്ദ്രമതി വലിയ ഷോ ഇറക്കുവാണ്. ആ സമയത്ത് രേവതിയോട് നീ രാത്രി മരം വെട്ടാൻ പോയായിരുന്നു, കാട്ടിലെ മരം വെട്ടാൻ പോയായിരുന്നു, അതാണോ നിനക്ക് ദേഹത്ത് വേദന എന്നൊക്കെ ചോദിക്കുക. ദേഹത്ത് വേദനയാണെന്ന് രേവതി പറയുമ്പോഴേ നിന്റെ ഈ അടവൊന്നും എൻ്റെ അടുത്ത് നടക്കില്ല, നീ എന്തിനാടി ഇങ്ങനെ അഭിനയിക്കുന്നതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് രേവതിയോട് ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ സംസാരിക്കട്ടെ ഈ ചന്ദ്രമതി. എഴുന്നേറ്റ് പോയി ജോലി ചെയ്യടി, പെട്ടെന്ന് ഭക്ഷണം ഉണ്ടാക്കുക, എനിക്ക് വിശക്കുന്നുണ്ട്, എന്താ നീ തുറച്ചു നോക്കുന്നേ, പറഞ്ഞത് ചെയ്യടി എന്നും പറഞ്ഞ് രേവതിയോട് ദേഷ്യപ്പെടുക. ചെല്ലടി, ചെന്ന് അടുക്കളയിൽ ചെന്ന് ഭക്ഷണം ഉണ്ടാക്കാൻ പറഞ്ഞു. പാവ രേവതി ഇങ്ങനെ ആകെ ദയനീയമായിട്ട് അങ്ങനെ ഇരിക്കുക കേട്ടോ. അങ്ങനെ രേവതിയുടെ ആ ഒരു നിസ്സഹായത കണ്ടിട്ട് ശ്രുതി ഇങ്ങനെ അടുത്ത് നിൽക്കുമ്പോൾ മോളെ ശ്രുതി നീ വാ എന്നും പറഞ്ഞ് ശ്രുതിയെ പിടിച്ച് വലിച്ചുകൊണ്ട് പോകുന്നു ചന്ദ്രമതി. ശ്രുതി എന്നിട്ട് പിന്നാലെ പോയി. രേവതി ആണെങ്കിൽ വിഷമിച്ച് അവിടെ ഇരിക്കുമ്പം ആൻറ്റി അവൾ പറഞ്ഞത് കള്ളമൊന്നുമല്ല, അവൾക്ക് നല്ല സുഖമില്ല, അവളെ കണ്ടറിയത്തില്ലേ എന്ന് ശ്രുതി ഇങ്ങനെ പറയുക. അപ്പോൾ ചന്ദ്രമതി അതൊക്കെ കേട്ടിട്ട് തുള്ളിച്ചാടി ഇറങ്ങി പോരുക. അപ്പോൾ ആൻറ്റി ഭക്ഷണം ഞാൻ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു ശ്രുതി. നീ എന്തിനു ഭക്ഷണം ഉണ്ടാക്കണം മോളെ, അവൾക്ക് അതല്ലാതെ വേറെ എന്താ ജോലി, ഇതൊക്കെ രേവതി അകത്തിരുന്ന് കാണുക, ഭക്ഷണമൊക്കെ അവൾ ഉണ്ടാക്കിക്കോളും, അവൾ ഇവിടെ നിന്ന് നിർത്തിയിരിക്കുന്നത് തന്നെ അതിന് വേണ്ടിയിട്ടല്ലേ എന്നൊക്കെ ഇങ്ങനെ ചന്ദ്രമതി പറയൂ കേട്ടോ. ഇതെല്ലാം കേട്ട് കരഞ്ഞിരിക്കാം രേവതിയെ. ഒരു വയ്യാഴിക അവൾക്കില്ല, അവൾ വെറുതെ അഭിനയിക്കുന്നതാ, അവളെക്കുറിച്ച് മോൾക്ക് എന്താ അറിയാം, പഠിച്ച കളിയാ അവള്, ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ രേവതിയെക്കുറിച്ച് മോശമായിട്ട് ഇങ്ങനെ പറയുന്നു. ഇതെല്ലാം കേട്ട് ചങ്ക് തകർന്നിരിക്കുക രേവതി. ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ മോളെ, നീ അവളെക്കുറിച്ച് ചിന്തിക്കേണ്ട, സംസാരിക്കുക പോലും ചെയ്തേക്കരുതെന്ന്. നിന്റെ റേഞ്ചിലുള്ളവരോട് മാത്രമേ നീ ഇടപെടാൻ പാടുള്ളൂ. അവള് പൂ കിട്ടുന്ന കുടുംബത്തിൽപ്പെട്ടവളാ, നീയോ മലേഷ്യയിൽ വലിയ പണക്കാരൻ്റെ മോള്. അത് കേട്ടപ്പോഴത്തേക്കും ശ്രുതിയുടെ പണി തീർന്നു. ശ്രുതി ഇങ്ങനെ പേടിച്ച് വിറച്ച് നിൽക്കുക കേട്ടോ. ആ സമയത്ത് ഇവിടുത്തെ അടുക്കളയിൽ കയറി അവർക്കൊക്കെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കേണ്ട ആളാണോ നീ? ചേച്ചേ അല്ലല്ല, അങ്ങനെയൊന്നും ഒരിക്കലും പറയാൻ പോലും പാടില്ല കേട്ടോ. മോൾ അങ്ങനെ ചിന്തിക്കുകയും ചെയ്തേക്കരുത് മോളെ. നീ ഒരിക്കലും നിന്റെ പൊസിഷനിൽ നിന്ന് താണു പോയേക്കരുത്. ഇപ്പോൾ നീ നിന്റെ അച്ഛനും ഒക്കെ ആയിട്ട് പിണക്കത്തില എന്ന് കരുതി ജീവിതകാലം മുഴുവനും അങ്ങനെ ആയിരിക്കണം എന്നുണ്ടോ? ഇല്ലല്ലോ. ഒരു നാള് നിന്റെ അച്ഛൻ്റെ പിണക്കമൊക്കെ മാറും. അയാൾക്കുള്ളത് മുഴുവൻ നിനക്കല്ലേ, പിന്നെന്താ, നീ ആരാണെന്നൊന്ന് ഓർത്തു നോക്കാനൊക്കെ പറയുന്നതല്ല രേവതി അകത്തിരുന്ന് കേൾക്കുക. ചന്ദ്രമതിയുടെ ഈ പ്രാന്ത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ശ്രുതിക്കും പേടിയായി തുടങ്ങി. ശ്രുതിയുടെ തലയ്ക്ക് കത്തിവെക്കുന്ന രീതിയിലാണ് ചന്ദ്രമതിയും സംസാരിച്ച് തുടങ്ങിയിരിക്കുന്നത്. താൻ ഒന്നുമല്ല, വട്ടപൂജയാണ്, രേവതിയുടെ വാല കെട്ടാൻ കൊള്ളാത്തവളാണെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ ഇവളുടെ അവസ്ഥ എന്താകും എന്നുള്ളത് ആ ഒരു ചിന്തയാണ് ഇപ്പോൾ ശ്രുതിക്ക് മനസ്സിൽ മുഴുവനും. മോളെ, അച്ഛനെക്കുറിച്ച് സംസാരിക്കുന്നത് പോലും മോൾക്ക് ഇഷ്ടമല്ല എന്നൊക്കെ എനിക്കറിയാം. നീയും രേവതിയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് ഞാൻ സംസാരിച്ചതാ. പിന്നെ ഒന്ന് അവളുടെ മുന്നിൽ നീ താണു കൊടുത്താ പിന്നെ അവൾ നിന്റെ തലയിലായിരിക്കും, പിന്നെ എല്ലാ ജോലിയും നീ തന്നെ ചെയ്യേണ്ടി വരുമെന്നൊക്കെ പറഞ്ഞ് ആ ഒരു ഇതിലൊക്കെ സംസാരിക്കും. ഇതൊക്കെ കേട്ട് ചങ്ക് പൊട്ടിയായിട്ട് രേവതി അകത്തിരിക്കുന്നത്. ഇപ്പോൾ സച്ചിയുമായിട്ട് സ്നേഹത്തിലായതുകൊണ്ട് നിലത്തൊന്നും അല്ല അവള്. ഈ സന്തോഷം അധിക കാലമൊന്നും നിലനിൽക്കുന്നതല്ല. എന്നാലും ഇപ്പോൾ അവൻ സപ്പോർട്ട് ചെയ്യും എന്നറിയാവുന്നത് കൊണ്ട് അവളുടെ നെകളിപ്പ് കുറച്ച് കൂടും. അതാ അവളീ കാണിക്കുന്നത്. ആ ധൈര്യത്തിൽ തന്നെയാണ് അവൾ അസമയത്ത് മുറിയിൽ കയറി കിടക്കുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ഇങ്ങനെ ഡയലോഗുകൾക്ക് ഒരു പഞ്ഞുമില്ലാതെ അടിച്ചുകൊണ്ടിരിക്കാം. ഇതങ്ങനെ വിട്ടാൽ ശരിയാവില്ല മോളെ, അതുകൊണ്ട് കൂടിയാണ് ഞാൻ അവളോട് ഭക്ഷണം ഉണ്ടാക്കാൻ പറഞ്ഞതെന്നൊക്കെ പറയുകയാണ്. സച്ചി കൂടെയുള്ള ധൈര്യത്തിൽ അവൾ എന്നെ അനുസരിക്കാതിരുന്ന അവളുടെ കാര്യം എന്താകുമെന്ന് നോക്കി കാണാം. കൂടുതൽ അവൾ കളിച്ചാലേ അവൾ വിവരം അറിയും, അതവൾക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് മോൾ അവളെ പറ്റി ഒന്നും ചിന്തിക്കേണ്ട, മോൾ പോയി വിശ്രമിക്കുക, AC ഇട്ടിരുന്ന് വിശ്രമിക്കാൻ പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി അവിടെ നിന്ന് മൂത്ത മരുമകളെ പറഞ്ഞു വിടുന്നു. ഈ സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ രേവതി ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ ഈ ഒരു ഇത് കാണുക കേട്ടോ. അപ്പോൾ രേവതി ഇറങ്ങി വരുന്നത് നിസ്സഹായതയോടുകൂടി നമ്മുടെ ശ്രുതി ഇങ്ങനെ നോക്കി നിൽക്കുക. രേവതി ഒന്നും മിണ്ടാതെ നേരെ അടുക്കളയിലേക്ക് പോണു. രേവതി എന്നിട്ട് അടുക്കളയിൽ പോയി പാത്രങ്ങളെല്ലാം എടുത്ത് സാധനങ്ങളെല്ലാം അരിഞ്ഞ് കറിയും അതുപോലെ ചോറും ഒക്കെ വെക്കുകയാണ്. മുഖമൊക്കെ ഒന്ന് കഴുകി ഇറ്റ് നിൽക്കാൻ നിവർത്തിയില്ല, അതുപോലെ ക്ഷീണവും തളർച്ചയാണ്. എന്നിട്ടും ആ അടുക്കളപ്പണി പണി മുഴുവൻ പാവം അത് ചെയ്തു കേട്ടോ. എല്ലാവർക്കും വേണ്ടുന്നതെല്ലാം ഉണ്ടാക്കി എല്ലാം റെഡിയാക്കി അടുക്കളയിൽ സെറ്റാക്കി. ഈ സമയത്ത് അമ്മായിമ്മയും മരുമോളും കൂടെ മുറിയിൽ കയറി ചിരിയും കളിയും പാട്ടും ആഘോഷമായിട്ട് ഇരിക്കുകയാണ്. അങ്ങനെ എല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് അവരുടെ അരികിലേക്ക് ചെന്നിട്ട് രേവതി ഇങ്ങനെ നിൽക്കുക. ഒരുത്തി ഒളിഞ്ഞു നോക്കാൻ വന്നിട്ടുണ്ട് മോളെ, നമ്മൾ സന്തോഷത്തോടെ ഇരിക്കുന്നതേ അവൾക്ക് അത്രയ്ക്ക് അങ്ങ് പിടിക്കുന്നില്ല. വന്നത് കണ്ടില്ലേ എന്നും പറഞ്ഞുകൊണ്ട് ഈ ചന്ദ്രമതി അന്നേരം രേവതിയെ കണ്ടപ്പോൾ പറയുക, എന്താടി അപ്പം ചോറ് വെക്കണ്ടേന്ന് ചോദിച്ചു. അപ്പോൾ വേണം. ആരാ വേണ്ടെന്ന് പറഞ്ഞത്? ഭക്ഷണം ഉണ്ടാക്കണമെന്ന് നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ, ചോറ് വെക്കണമെന്ന് പ്രത്യേകിച്ച് പറയണോ എന്ന് ചന്ദ്രമതി ഇങ്ങനെ രേവതിയോട് ചോദിക്കുക. എന്താ ഇവളെയൊക്കെ വേണ്ടത് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വീണ്ടും വീണ്ടും ഇങ്ങനെ ഓരോന്ന് പറയുന്നു. അരിയില്ലാതെ എങ്ങനെയാമ്മേ ചോറ് വെക്കുന്നത്, വന്ന് എടുത്തു തരാൻ പറഞ്ഞു രേവതി. അപ്പോൾ കേട്ടോ, അവളുടെ വായിന്ന് വന്നത് നീ കേട്ടില്ലേ മോളെ, ഇവൾക്ക് എന്താ വയ്യാഴിക എന്ന് ചന്ദ്രമതി ശ്രുതിയോട് ചോദിക്കുന്നു.
ആ നീ അടുക്കളയിലേക്ക് പോയിക്കോ, ഞാൻ വന്നേക്കാം എന്നും പറഞ്ഞ് അങ്ങനെ പറയുക. ആ സമയത്ത് ആൻറ്റി പോയി അരി എടുത്ത് കൊടുത്തിട്ട് വരാം കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് അരി എടുത്ത് കൊടുക്കാനായിട്ട് ചന്ദ്രമതി അങ്ങ് പോയി. അപ്പോൾ ശ്രുതി ഇങ്ങനെ അവിടെ പേടിച്ചിരിക്കും കേട്ടോ. അടുക്കളയിൽ പോയി നമ്മുടെ രേവതി ഇങ്ങനെ വിഷമിച്ച് ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും ചന്ദ്രമതി അടുക്കളയിലേക്ക് വന്നു. അടുക്കളയിൽ വന്നിട്ട് രേവതി ഇങ്ങനെ അടിമുടി നോക്കും. എന്നിട്ട് പാത്രം എടുക്കുന്നു, പാത്രം എടുത്ത് അവിടെ കുത്തി ഇവിടെ കുത്തി, എന്നിട്ട് ദേ അരിക്കലത്തിലേക്ക് കുറേ അരി വാരി എടുക്കുന്നു. അങ്ങനെ ദേ എല്ലാം എടുത്ത് വെച്ചിട്ട് ഒന്നും മിണ്ടാതെ അങ്ങോട്ടേക്ക് പോയി. രേവതി അത് കഴുകി അടുപ്പത്താക്കി. അത് കഴിഞ്ഞ് എല്ലാവർക്കും കഴിക്കാനുള്ളത് ഡൈനിങ് ടേബിളിലേക്ക് അങ്ങ് വെച്ചു. അത് കഴിഞ്ഞിട്ട് തളർന്നു എന്ന് പറയാം, അങ്ങനെ വീണില്ലെന്നുള്ള രീതിയിൽ ഒരു തരത്തിൽ മുറിയിലേക്ക് എത്തി നമ്മുടെ രേവതി. എന്നിട്ട് മുറിയിലേക്ക് ഇങ്ങനെ സ്റ്റെപ്പ് കയറാനൊന്നും വയ്യ പാവത്തിന്. ആകെ ഇതായിട്ട് ഇങ്ങനെ മുറിയിൽ പോയി കിടന്നത് മാത്രമേ ഓർമ്മയുള്ളൂ. പാവം അങ്ങനെ അങ്ങ് വയ്യാതെ അങ്ങ് തളർന്നങ്ങ് ഇരുന്നങ്ങ് ഉറങ്ങിപ്പോയി കേട്ടോ. അങ്ങനത്തെ നമ്മുടെ രേവതി ആകെ അവശതയോടുകൂടി അങ്ങനെ അവിടെ അങ്ങ് മറിഞ്ഞങ്ങ് വീണു. അങ്ങനെ കിടന്ന് പതുക്കെ ഉറങ്ങുക. ഈ സമയത്തോ അമ്മായിമ്മയും മരുമോളും കൂടെ ചിരിയും കളിയും വർത്താനും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുവാണ്. അപ്പോൾ ശ്രുതിയാണെങ്കിൽ അയ്യോ എനിക്ക് ചിരിക്കാൻ വയ്യ, എന്തൊരു തമാശ ഇത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നു. ആൻറ്റിയുടെ തമാശ കേട്ട് സമയം പോയത് അറിഞ്ഞില്ലെന്നൊക്കെ പറഞ്ഞ് ശ്രുതി തുള്ളിച്ചാടുന്നു. നന്നായി തമാശ പറയുന്നുണ്ട് ആൻറ്റി എന്ന് പറഞ്ഞപ്പോൾ ആണോ ഷോ ഇതൊക്കെ എന്ത് മോളെ എന്ത്, ഇതിനേക്കാളും വലുത് വരാനിരിക്കുന്നതല്ലേ ഉള്ളൂ എന്ന് ചന്ദ്രമതി ശ്രുതിയോട് പറഞ്ഞപ്പോൾ ആണോ എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി ഇരിക്കുന്നു. അല്ല ഇതൊക്കെ ഷൂട്ട് ചെയ്ത് പോസ്റ്റ് ചെയ്താലേ വൈറലാകും ഉറപ്പായിട്ടും എന്ന് പറഞ്ഞ് നമ്മുടെ ശ്രുതി പറയുമ്പം ശരിയാ മോളെ എൻ്റെ ടാലൻറ്റ് ലോകം അറിയണം എന്നൊക്കെ പറയുന്നു. ആ അറിയണം ആൻറ്റി, ലോകം മുഴുവനും അറിയണം, എന്നിട്ട് വേണം നമുക്കൊക്കെ അഭിമാനിക്കാനെന്ന് പറഞ്ഞ് ശ്രുതി ഏറി അങ്ങ് പോകുക. എപ്പോൾ ചെയ്യാം മോളെ എന്ന് ചോദിച്ചപ്പം അതൊക്കെ നമുക്ക് പിന്നീട് ചെയ്യാം ആൻറ്റി, ആൻറ്റിക്ക് വിശക്കുന്നില്ലേ, നമുക്ക് ഭക്ഷണം കഴിച്ചാലോ. പിന്നെ അല്ലാതെ ഇവളെന്താ നമ്മളെ വിളിക്കാത്ത, ഭക്ഷണമൊന്നും റെഡിയായില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടെണ്ണങ്ങളും കൂടി ഇങ്ങനെ അവിടെ ഇരുന്ന് ഇങ്ങനെ പറയാം. അപ്പോൾ അവൾ ഭക്ഷണം ഉണ്ടാക്കിയില്ലെങ്കിൽ ഇന്ന് അവളുടെ അവസാനമാണെന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ഇറങ്ങി പോവുക. ശ്രുതിക്ക് ഇതൊക്കെ കണ്ടും കേട്ടും പേടിയായി തുടങ്ങി. അപ്പോൾ അടുക്കളയിൽ ചെന്ന് ചന്ദ്രമതി നോക്കുമ്പോൾ രേവതിയെ കാണുന്നില്ല. ഇവളിത് എവിടെ പോയി, ഇവിടെ ഇങ്ങും കാണുന്നില്ലല്ലോ, ഇവളിത് എവിടെയാണ് പോയത്, ഇവളെന്തൊന്നും ഉണ്ടാക്കിയില്ലേ എന്നൊക്കെ ഓർത്ത് ഇങ്ങനെ ഡൈനിങ് ടേബിളിൽ വന്ന് നോക്കുമ്പോൾ ഡൈനിങ് ടേബിളിൽ ഒരു സാധനങ്ങളും ശ്രദ്ധിക്കുന്നില്ല. നേരെ രേവതിയുടെ അടുത്തേക്ക് ചെല്ലും അതിൻ്റെ തല കുത്തിപ്പറിക്കാനായിട്ട്. റൂമിലേക്ക് ചെന്നിട്ട് നീ വീണ്ടും ഇവിടെ വന്ന് കടന്നോടി എന്ന് ചോദിച്ചുകൊണ്ട് ദേഷ്യപ്പെടുന്നു. രേവതി ആണെങ്കിൽ അനങ്ങാൻ മേല. ഭക്ഷണം ഉണ്ടാക്കി അമ്മ ഡൈനിങ് ടേബിളിൽ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ചന്ദ്രമതി അത് നിനക്ക് വന്നൊന്ന് പറഞ്ഞാൽ എന്താന്ന് ചോദിച്ചു. നീ ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞെന്ന് ഞാനെങ്ങനെ അറിയുമെന്ന് ചോദിച്ചു ചന്ദ്രമതി രേവതിയോട്. അതാണെങ്കിൽ ഇരുന്നിങ്ങനെ വയ്യാത്ത ഇരിക്കല്ലേ. ഞാൻ കഴിക്കുന്നില്ലെങ്കിൽ കഴിക്കണ്ടെന്ന് വിചാരിച്ച് കരുതി കൂട്ടി നീ പറയാതിരുന്നല്ലേടി എന്ന് ചോദിച്ചുകൊണ്ട് ദേഷ്യപ്പെടുക. എനിക്ക് വിശക്കുന്നു, കഴിച്ചതിന് ശേഷം ബാക്കി വന്ന് ഞാൻ നിനക്കുമല്ലോ പറഞ്ഞ അരാടിയെന്നും പറഞ്ഞുകൊണ്ട് അവിടുന്ന് ചന്ദ്രമതി പോവുക. ഇതൊക്കെ കണ്ടിട്ടും രേവതിക്ക് ഇതൊന്നും പുത്തരിയല്ലല്ലോ, പാവം കരഞ്ഞുകൊണ്ട് അവിടെ കിടക്കുക. ആ സമയം ഡൈനിങ് ടേബിളിൽ വന്ന് നോക്കി. അപ്പോഴേക്കും എന്തേ എല്ലാം ഇങ്ങനെ നോക്കി അവിടെ ഇരിപ്പുണ്ട്. അപ്പോഴത്തേക്ക് ശ്രുതി വന്നു. രേവതിക്ക് വല്ലതും കൊടുക്കണ്ടേ ആൻറ്റി എന്നും ചോദിച്ചാൽ നമ്മളെല്ലാവരും കഴിച്ചതിന് ശേഷം അവൾ വന്ന് കഴിച്ചോളും, നമ്മളൊന്നും നോക്കണ്ടെന്ന് പറഞ്ഞു. അവളെ വിളിച്ചാലേ നമുക്ക് കഴിക്കാനൊന്നും ഉണ്ടാവത്തില്ലെന്നേ, മുഴുവനും വെട്ടി വിഴുങ്ങും അവളെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം. അപ്പോഴത്തേക്കും ശ്രുതി ഇങ്ങനെ നോക്കുക കേട്ടോ. ഇതെന്തൊരു തള്ളയാണെന്നുള്ള രീതിയിൽ. അപ്പോൾ അവളെ വിളിക്കാതിരിക്കുന്നതാണ് നല്ലത്. നീ ഇരിക്കും മോളെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും കഴിക്കാനുള്ളതെല്ലാം മുമ്പിൽ വെച്ച് വിളമ്പി കൊടുത്തതും വെട്ടി വിഴുങ്ങിക്കൂടെ നാണം കെട്ടതുങ്ങൾ ഇരിക്കുകയാണ്. സമയത്ത് നമ്മുടെ രേവതി അവിടെ ചുമച്ചും അതുപോലെ ശ്വാസം മുട്ടിയും ക്ഷീണം കാരണം ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാൻ അവിടെ ഇല്ലാതെ ഇങ്ങനെ ഇരിക്കുക. കുടിക്കാനുള്ള വെള്ളം പോലും ആ പാത്രത്തിൽ ഉണ്ടായിരുന്നത് എങ്ങനെയൊക്കെയോ കുടിച്ചു. പക്ഷേ ആ ദാഹമൊന്നും മാറുന്നില്ല. രേവതി എന്നിട്ട് ഇങ്ങനെ വയ്യാതെ ഇങ്ങനെ അവിടെ കിടക്കുക. ആ സമയത്തും വയറ് നിറയെ അമ്മയും മോനും മോളും കൂടി അവിടെ ഇരുന്ന് ഇങ്ങനെ വെട്ടി വിഴുങ്ങിക്കൊണ്ടിരിക്കുക. അപ്പോൾ അമ്മേ നിങ്ങളുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതിൻ്റെ സന്തോഷം അത് ഹോട്ടലിൽ നിന്ന് കിട്ടുമെന്ന് ചോദിച്ചുകൊണ്ട് ശ്രുതി ഇങ്ങനെ പറയുമ്പം നിങ്ങളുടെ കൂടെയൊന്നും പറയണ്ട, ശ്രുതിയുടെ കൂടെയെന്ന് നീ പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞ അമ്മ. നിൻ്റെ ഭാര്യയ്ക്കൊപ്പം ഇരുന്ന് കഴിക്കാനല്ലേ നീ ഓടി വന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നു. എന്തായാലും മോനെ ഭക്ഷണം കഴിച്ചതിന് ശേഷം നീ പോകുമല്ലോ അല്ലേ? എൻ്റെ പൊന്നമ്മേ ഞാൻ പോകും, ഞാൻ പോയിക്കോളാമെന്ന് ശ്രുതി ചന്ദ്രമതിയോട് പറഞ്ഞു. മോളെ ഓംലേറ്റ് ഉണ്ട് എടുത്ത് കഴിക്കുക എന്ന് പറഞ്ഞ് ശ്രുതിയെ കഴിപ്പിക്കും. എനിക്ക് വേണ്ട ആൻറ്റി, ശ്രുതിക്ക് കൊടുക്കാൻ പറഞ്ഞു. അയ്യോ എനിക്ക് വേണ്ടമ്മേ, ശ്രുതിക്ക് കൊടുക്കാൻ പറഞ്ഞു. ശ്രുതിക്ക് കൊടുക്കാൻ പറഞ്ഞു ശ്രുതി. രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഒരു ഇതാണ്. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഒരു തീരുമാനത്തിലെത്തുന്നു ഞാൻ തോന്നുന്നില്ല, ഞാൻ കഴിച്ചോളാമെന്ന് പറഞ്ഞ് ചന്ദ്രമതി നാണം ഇല്ലാതെ എടുത്തതങ്ങ് കഴിക്കുക. ആ സമയത്ത് ശ്രുതി ഈ പരിപ്പ് കറി നന്നായിട്ടുണ്ട് കഴിച്ചു നോക്കി എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതിയെ കൊണ്ട് കഴിപ്പിക്കുന്നു. അപ്പോൾ കണ്ടോ ഭാര്യയോടുള്ള സ്നേഹം കണ്ടോ, ഇന്നേ വരെ ഇവൻ എനിക്ക് കൈ കൊണ്ടൊരു സ്പൂൺ അച്ചാർ പോലും വിളമ്പി തന്നിട്ടില്ലെന്ന് ചന്ദ്രമതി പറഞ്ഞപ്പം ഞാൻ അമ്മയ്ക്കും വിളമ്പാന്നും പറഞ്ഞ് വിളമ്പാൻ തുടങ്ങുന്നു. അപ്പോൾ വേണ്ട മോനെ അമ്മ ചുമ്മാ പറഞ്ഞല്ലേടാന്നും പറഞ്ഞിരിക്കുന്നു. അങ്ങനെ നാണം കെട്ടതുങ്ങളിരുന്ന് തിന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് നമ്മുടെ സച്ചി വരുന്നത്. രേവതി എന്നും വിളിച്ച്. അപ്പോൾ രേവതി എവിടെ എന്ന്
ചന്ദ്രമതിയോട് ചോദിച്ചപ്പം ചന്ദ്രമതി പറഞ്ഞു അവൾ എൻ്റെ ബാഗിലുണ്ട്, ചെന്ന് എടുത്തോളാൻ പറഞ്ഞു. അപ്പോഴേക്കും ഭയങ്കര തമാശയായിപ്പോയല്ലോ, അത് കേട്ട് ചിരിക്കാൻ ചില വിഡ്ഢികൾ ഇവിടെ ഇരിപ്പുണ്ട്, എഴുന്നേറ്റ് പോടാ എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി ചിരിച്ചപ്പം അവൻ്റെ തലക്കെട്ടൊരു കൊട്ടും വെച്ച് കൊടുത്തിട്ട് നമ്മുടെ സച്ചി അകത്തേക്ക് കയറിപ്പോയി. സച്ചി അകത്തേക്ക് കയറിപ്പോയപ്പം ഇതെന്താ ആൻറ്റി ഇങ്ങനെയെന്ന് ചോദിച്ചപ്പോൾ അവൻ അങ്ങനെയാ മോളെ എന്ന് ശ്രുതിയോട് പറഞ്ഞിട്ടൊന്നും കാര്യമില്ലെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു. എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ ഇരിക്കുന്നു. മക്കളെ ചേവിളിയൊക്കെ ഇപ്പോൾ തന്നെ നമ്മുടെ സച്ചി മാറ്റും. മോള് ഭക്ഷണം കഴിക്കുക അതും പറഞ്ഞ് മോളെ കഴിപ്പിക്കുന്നു. ശ്രുതിയും ഇരുന്ന് ഇങ്ങനെ വെട്ടി വിഴുങ്ങിക്കൊണ്ടിരിക്കുക. ആ സമയത്ത് നമ്മുടെ സച്ചി റൂമിലേക്ക് ചെന്നപ്പോൾ ഇങ്ങനെ തളർന്ന് ഇരിക്കുന്ന നമ്മുടെ രേവതിയെ കണ്ടത്. രേവതിയുടെ ആ ഒരു അവസ്ഥ കണ്ടത് നിനക്ക് എന്താ പറ്റിയെന്ന് ചോദിച്ചു. അപ്പോൾ നീ എന്താ ഇങ്ങനെ ഇരിക്കുന്നത്, എന്താ കാര്യം എന്ന് ചോദിച്ചപ്പം ഞാൻ ഭക്ഷണം എടുത്ത് തരാമെന്ന് പറഞ്ഞു ഭക്ഷണം എടുക്കാൻ പോകുമ്പം അതൊന്നും വേണ്ട നീ ഇവിടെ ഇരുന്നേ, നിനക്കെന്താ പറ്റിയേ? അപ്പോൾ നെറ്റിയിലൊക്കെ ഇങ്ങനെ തൊട്ട് നോക്കി. നിനക്കെന്താ സുഖമില്ലേ, എന്താ കാര്യം എന്ന് പറ, വല്ലാതിരിക്കുന്നല്ലോ മുഖമൊക്കെ, എന്താ കാര്യം? അപ്പോഴും രേവതി ഒന്നും മിണ്ടുന്നില്ല. നിനക്കെന്താ പനിയുണ്ടോ? നെറ്റിയിൽ തൊട്ട് നോക്കിയപ്പോൾ ചുട്ടു പൊള്ളുന്ന പനി. നന്നായിട്ട് പനിക്കുന്നുണ്ടല്ലോ, ഇതെന്താ ഇത്? അപ്പം നീ ഒന്നും കഴിച്ചില്ല അല്ലേ? കഴിച്ചോ? ഇല്ല അല്ലേ? ഈ വീട്ടിൽ എത്ര പേരുണ്ട്, ആരും നിനക്കൊന്നും എടുത്തുകൊണ്ട് തന്നില്ലേ എന്നൊക്കെ സച്ചി ചോദിക്കുക. അപ്പോൾ രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല, അതിനിടയിൽ ക്ഷേത്രത്തിൽ ഉരുളാൻ പോയി. നീ എന്താ രേവതി ഇങ്ങനെയൊക്കെ? തീരെ വയ്യേ നിനക്ക്? നീ എന്താ ഒന്നും മിണ്ടാത്തേ? ഹോസ്പിറ്റലിൽ പോകണോ നിനക്ക്? അപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു. നീ ഇങ്ങനെയൊന്നും ആയാൽ പറ്റില്ല കേട്ടോ എന്ന് പറഞ്ഞു. നോക്കുമ്പോൾ ആ ജഗ്ഗിൽ ഒരു തുള്ളി വെള്ളം പോലും ഇല്ല. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും വയ്യാതിരുന്നിട്ടും അവർ നിനക്ക് വെള്ളം പോലും എടുത്ത് തന്നില്ലല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ എന്താ അവർ കരുതിയിരിക്കുന്നത്? നിന്നെ തിരിഞ്ഞു നോക്കുന്നില്ലല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് അതും എടുത്തുകൊണ്ട് നേരെ ആ ജഗ്ഗും എടുത്തുകൊണ്ട് നേരെ താഴേക്ക് പോവാം. നമ്മുടെ രേവതിയാണെന്നുണ്ടെങ്കിൽ അവിടെ വിഷമിച്ചിരിക്കുമ്പോഴത്തേക്കും ഉള്ളതെല്ലാം കൂടെ ചെന്ന് വലിച്ചെറിഞ്ഞില്ലേ നമ്മുടെ സച്ചി. നിങ്ങളുടെ വയറു മാത്രം നിറഞ്ഞാൽ മതിയോ? എന്താ നിങ്ങൾ ഈ കാണിക്കുന്നത്? സുഖമില്ലാത്ത അവളോട് ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിക്കാൻ പോലും ഇവിടെ ആളില്ലേ എന്ന് ചോദിച്ചുകൊണ്ടല്ല വലിച്ചു വാരി എറിയുന്നത്. അപ്പോൾ നിങ്ങൾ മൂക്കുമുട്ട കഴിക്കുന്നുണ്ടല്ലോ, നിങ്ങൾ അവളെ ഒന്ന് തിരിഞ്ഞു നോക്കിയോ, ഒരു തുള്ളി വെള്ളം കൊടുത്തോന്ന് ചോദിച്ചു. മനുഷ്യനാണോ നിങ്ങളൊക്കെ എന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ സച്ചി അങ്ങ് ചെന്നില്ലേ. അപ്പോൾ സുഖമില്ലെങ്കിൽ ചെന്ന് ഡോക്ടറെ കാണിക്കുക, അല്ലെങ്കിൽ മെഡിസിൻ മേടിച്ച് കൊടുക്കുക, അല്ലാതെ ഞങ്ങളുടെ മെക്കിട്ട് കയറാൻ വരരുതെന്ന് ശ്രുതി. നിൻ്റെ ഭാര്യയ്ക്ക് ഭക്ഷണം വെള്ളം കൊടുക്കലല്ല ഇവിടെയുള്ളവരുടെ പണി. അപ്പം നിൻ്റെ ഭാര്യയ്ക്കാണ് വയ്യാതായെങ്കിൽ നീ ഇങ്ങനെ പറയടാ സോഡാ കുപ്പി എന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ സച്ചി ഇങ്ങനെ പറയുമ്പം എടാ നിർത്ത, നിൻ്റെ വിളയാട്ടം മതി എന്ന് ചന്ദ്രമതി പറഞ്ഞപ്പോൾ വിളയാടി നിങ്ങൾ എന്ത് ചെയ്യും? തെറ്റ് കണ്ട ചോദിക്കും സച്ചി, എന്താ സംശയം ഉണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെ രേവതി ഉണ്ടാക്കുന്നത് വെട്ടി വിഴുങ്ങിക്കൊണ്ടിരുന്ന ഒരു നാണോ മാനോ ഇല്ലാതെ ഇങ്ങനെ ഇരിക്കുകയാണ് മൂന്നെണ്ണം. രേവതിക്ക് അന്നേരം തനിക്ക് വേണ്ടി ചോദിക്കാൻ സച്ചി ചെന്നതിൻ്റെ ആ ഒരു മനസ്സിൻ്റെ ആ ഒരു അവസ്ഥയുണ്ടല്ലോ, അങ്ങനെ ഇരിക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. എന്തായാലും ശ്രുതിക്ക് വരാൻ പോകുന്ന ആകാശകോടാലിയാണെന്ന് തിരിച്ചറിയാതെ ശ്രുതി അഹങ്കരിച്ച് അങ്ങ് ഒരുപാട് അഹങ്കരിക്കുന്നു. ഈ സമയത്ത് അച്ഛൻ കാശുകാരനാണെന്ന് പറഞ്ഞുകൊണ്ട് 2 ഡയലോഗൊക്കെ അടിച്ചു നമ്മുടെ ചന്ദ്രമതി. അതിൽ ശരിക്കും ശ്രുതി പേടിച്ചു. കാരണം അച്ഛൻ കാശുകാരനല്ല എന്നറിയുമ്പോൾ തൻ്റെ അവസ്ഥ എന്താകുമെന്ന് ആലോചിച്ചിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കൂട്ടിയിണക്കിക്കൊണ്ടാണ് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് കഥ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കാണണോട്ടോ, ആരും തന്നെ മിസ് ചെയ്ത് കളയല്ലേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ 1000 നന്ദി അറിയിച്ച് നിർത്തുന്നു. താങ്ക്